ഹായ് ഹലോ ഗായ്സ്, സഹലസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ ബോൺസിൽ നിന്ന് ഞാൻ സിൽവർ 1 ആക്കുന്നതാണ്, ബോൺസ് 3. അപ്പോൾ എല്ലാവരുടെയും പ്രൊഫൈലും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാലോ എന്ന് ഞാൻ തോന്നിയത്. അപ്പം ഞാൻ നേരെ വീഡിയോ ഓണാക്കി എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പെറ്റിനെയൊക്കെ എനിക്ക് കിട്ടി. അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനോ എന്ന് വിചാരിച്ച് ഞാൻ പെറ്റിൻ്റെ ആദ്യമേ ഞാൻ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്ന ഐറസിലോട്ടാക്കി അലോക്കി. എന്നിട്ട് ഞാൻ വീണ്ടും പോയി താഴോട്ടൊക്കെ പോയി നോക്കി. എന്നിട്ട് ഞാനാണെങ്കിൽ എല്ലാം നോക്കി കെല്ലിയാക്കി ആദ്യം വീണ്ടും. പിന്നെ ഞാൻ അലോക്കിനെ ആക്കി. പിന്നെ ഞാൻ അലോക്കിനെ ഇട്ട്. പിന്നെ ഞാനാണെങ്കിൽ വീണ്ടും ആ ഫാഷൻ്റെ എടുത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഐറസിനെ എടുത്ത്. എന്നിട്ട് ഞാനാണെങ്കിൽ ഐറസിനെ എടുത്തിട്ട് ഞാൻ പെറ്റ് ചെയ്യാൻ പോയി. പെറ്റിൻ്റെ അടുത്ത് ഊഫ്, ക്യാറ്റ്, പിന്നെ കിറ്റൻ, ഓതർ, സ്പിരിറ്റ് വൂൾഫാണ് എൻ്റെ കയ്യിലുള്ള. പിന്നെ ഞാൻ അതൊക്കെ നോക്കി. അപ്പം അതെനിക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഫുഡ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് അത് ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ എന്നിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്കിത് കിട്ടി. എനിക്കിഷ്ടപ്പെട്ടില്ല. അടുത്ത മറ്റേത് പഴയതുപോലെ തന്നെ കിട്ടി. ഞാൻ ഇമോട്ടൊക്കെ എടുത്ത് ഇമോട്ടിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കൊള്ളാമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വൂൾഫിൻ്റെ നോക്കി, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഫുഡ് കുറച്ചേ ഉള്ളായിരുന്നു. അത് കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കാരണം പൂച്ചയെ നോക്കി, പറ്റിയില്ല. കിറ്റൻ അതും ഡൗൺലോഡ് ചെയ്ത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ഫുഡ് കൊടുക്കാനില്ലല്ലോ. പിന്നെ ഞാൻ നേരെ ലോബിയിലോട്ട് പോയി. എന്നിട്ട് ബാറ്റിൽ റോയൽസിൽ നിന്ന് ഞാൻ 2 ക്യാരക്ടേഴ്സാക്കി ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് BR കളിക്കാമെന്ന് വിചാരിച്ച് BR എടുക്കാൻ വേണ്ടി ആദ്യമേ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റിയില്ല. പിന്നെ ഞാൻ അതൊന്ന് നോക്കി. എന്നിട്ട് ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ബാറ്റിൽ റോയലിൽ നിന്ന് CS റാങ്ക് എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യമേ ഇതും നോക്കി. ഫ്രണ്ട്സ് ആൾവേസ് യെസ് ഷുഗർ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അത് മാറിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും ഫ്രീ ഫയറിലോട്ട് തന്നെ കയറി. എന്നിട്ട് ഞാനാണെങ്കിൽ കളി തുടങ്ങി. ഞാൻ ആദ്യമേ CS എടുത്ത് BR ആണ് ഞാൻ ഇപ്പം ചൂസ് ചെയ്ത് നിൽക്കുന്നത്. BR ചൂസ് ചെയ്തിട്ട് കളി തുടങ്ങാമെന്ന് വെച്ച്. എന്നിട്ട് ഞാൻ കളി അക്സെപ്റ്റ് ചെയ്തിട്ട് കളി തുടങ്ങി മാച്ച്. അങ്ങനെ കളി തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും 75 പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഇനിയും കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് ഇച്ചിരി നേരം ടൈം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഫ്രീ ഫയറിൽ, നോക്കാം. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങാറായി. ഞാൻ ജിംഗോയും ഞാനും വേറൊരു ക്യാരക്ടേഴ്സുമായിട്ടാണ് കളിക്കുന്നത്. ഇതിപ്പോൾ പുതിയ മോഡൽ പീക്കുകളാണ്. പണ്ടത്തെ
ഇതൊക്കെ ആണ് ഇപ്പോഴത്തെ ലോബറി. ഇപ്പം നമ്മൾ പ്ലെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഗ് ചേഞ്ച് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ മാപ്പൊക്കെ എടുത്ത് നോക്കി. സൈഡിലായിട്ട് കാണാൻ പറ്റും ബോൺസ്. അത് ഞാൻ സിൽവർ ആക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു വീടിൻ്റെ അകത്തോട്ട് ലാൻഡ് ചെയ്യും. ജസ്റ്റ് ഒരു പീക്ക്. ഞാൻ ലാൻഡ് ചെയ്യാൻ പാരച്യൂട്ട് ഓണാക്കി ആ വീടിൻ്റെ മുകളിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് കിട്ടിയ നല്ലൊരു സാധനം തന്നെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇച്ചിരി നേരം കഴിയുമ്പോൾ ഒരു ഗോ ടു ദി അർസനലിന് ഓപ്ഷൻ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച്. ആ ഫ്രണ്ട് വഴി ഞാൻ അർസനലിൽ പോകും. അത് നമുക്ക് കാണാം. ഇപ്പം ഞാനാണെങ്കിൽ അത് കൂടാൻ വേണ്ടി നിൽക്കുവാണ്. അന്ന് അത്രയൊക്കെ മതി. ഇനി ആ സ്നൈപ്പറൊക്കെ എടുത്ത് എല്ലാം എടുത്ത്, സ്നൈപ്പറും 2 ഉണ്ട്. ഒരെണ്ണം 1 യെല്ലോ ആണ്. ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ ഒരു എനിമി നമ്മുടെ മുമ്പിൽ വന്ന് ചാടും. അപ്പം എൻ്റെ മുമ്പിൽ വന്ന് ചാടി. അത് എനിക്ക് മിസ്സായിപ്പോയി ആ എനിമി. അത് കെല്ലിയായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് എന്തുവാന്ന് നോക്കി, ഒന്നും കിട്ടിയില്ല. ഞാൻ പോയി ലെവൽ 1 സാധനങ്ങളെല്ലാം എടുത്തു. ഓബിൽ ആൾ ഫ്രീ എന്ന് ഒരു ഓപ്ഷൻ ഞെക്കിയപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. ഞാൻ എല്ലാം എടുത്ത് എന്നിട്ട് ഞാനാണെങ്കിൽ വേറൊരു പ്ലേസിലോട്ട് എല്ലാം പൈസയൊക്കെ എടുത്തു. കോയിൻസ് അർസനലിലെ കീ എടുക്കാൻ. അവിടെയാണ് ട്വിസ്റ്റ്. ഇച്ചിരി നേരം കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഗോ ടു ദി അർസനൽ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. അപ്പം ഞാൻ അർസനലിലോട്ട് പോയി നോക്കുമ്പോൾ കാണാം അർസനൽ ഓപ്പൺ ആയിരിക്കും. എല്ലാം എടുത്ത് മെഡിക്കിറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് വെൽ പ്ലാനഡാ. ബോഡി പാസ് കിട്ടും. എമോ മൊത്തം എടുത്ത് പിന്നെ ഗണ്ണൊന്ന് ചേഞ്ച് ചെയ്യുന്നു. പിന്നെ വീണ്ടും ആ ഗണ്ണെടുത്ത് എന്നിട്ട് മറ്റേ ഗണ്ണെടുത്തിട്ട് ഇത് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മെഡിക്കറ്റ് എടുത്ത് എവിടെയോ എനിമിയുടെ ഫയർ കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണാം എനിമി ഇങ്ങനെ ഓടിക്കളിക്കുന്നു. എനിമീസിനെ ഞാൻ സ്പോട്ട് ചെയ്യുന്നു. അപ്പം മാളിക്കോട് ഡ്രോൺ പറക്കുന്ന കാരണം എന്നെ എനിമീസ് കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിമി എന്നെ എത്ര വെടി വെച്ചാലും കുഴപ്പമില്ല. കാര്യം വെച്ചാൽ ഞാൻ മറ്റേ ആദ്യമേ ഒരു പോയി ക്ലിക്ക് ചെയ്യുന്നില്ല. അത് കാരണം മഞ്ഞമരമുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഐറസിനെയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം സെക്കൻഡ് കില്ല് നടത്തി. സെക്കൻഡ് കില്ല് നല്ലപോലെ നടന്ന് എനിക്ക് ഒത്തിരി സാധനങ്ങൾ ആ സെക്കൻഡ് കില്ലിൻ്റെ എനിമീയുടെ കയ്യിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ കിട്ടി. ഞാൻ ഗണ്ണൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ എടുത്ത് എന്നിട്ട് അവിടെ നിന്നൊരു എനിമി
ഇപ്പോഴാണ് എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചത് അർസനലിൽ പോവാൻ. അപ്പം ഞാൻ നേരെ ഒരു വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയി. ഇപ്പം ഇറങ്ങി വെടി വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വണ്ടിയും കൊണ്ട് ഇടിച്ചിട്ട് ലെഫ്റ്റ് എടുത്ത് പോയി. നേരെ പോയി. അപ്പം ഞാൻ ഒരു സൂപ്പർ കാറാണെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. പക്ഷേ ഇതൊരു ഊള വണ്ടിയായിരുന്നു. അപ്പം ഞാൻ അർസനലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എനിമിയൊക്കെ എൻ്റെ മുമ്പിൽ സ്പോട്ട് ചെയ്യുന്നു. എനിക്ക് നല്ല ചാൻസ് ആയിരുന്നു. 3 എണ്ണത്തിന് ഒറ്റയടിക്ക് കൊല്ലായിരുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു ജീപ്പൊക്കെ വന്നു. ഈ അർസനലല്ല, വേറൊരു. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മോൺസ്റ്റർ ട്രക്കിലോട്ട് കയറി. മോൺസ്റ്റർ ട്രക്ക് പതിയെ പോകുന്നു. പിന്നെ ഇറങ്ങാനും പറ്റത്തില്ല, ഡ്രോണും ഉണ്ട് അടുത്ത്. അത് കാരണം ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഇറങ്ങിയ അപ്പം കഴിഞ്ഞ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ സേഫ് ചെയ്യാനാണ് വെടിവെച്ച്. ഇപ്പം നമ്മൾ അർസനലിൻ്റെ അടുത്തെത്തി. ഫ്രണ്ട് എങ്ങോട്ടൊക്കെയോ എല്ലാം അവിടെ പെട്ടിക്കകത്തുനിന്ന് സാധനം എടുക്കാൻ പോയി. ഞാൻ അതെടുത്ത് സീൻ ഗണ്ണ്. പിന്നെ ഞാൻ ഒരു ഗണ്ണ് കളഞ്ഞ്. എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയപ്പോൾ നല്ല കിടുക്കാച്ചി ബോക്സ്. ആരെയും കൊന്നത് എൻ്റെ ഫ്രണ്ട്. അപ്പം ഞാൻ പോവുകയാണ്. ഞാൻ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ പോവുക. ഇത് ആമ പോകുന്ന പോലെ പോകുന്നത്. ഒരു വണ്ടി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ നോക്കിയപ്പോൾ കാണാം ഒറിയാൻ അവിടെ ബോളാട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഒരു ബൈക്ക് കണ്ട്. ബൈക്ക് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുക. ബൈക്ക് നല്ലൊരു ബൈക്ക്, ചുമന്ന ത്രോൺ ബൈക്കും കോബ്ര ബൈക്കൊന്നും അല്ല, സാധാ ഫ്രീ ഫയറുള്ള ബൈക്ക്. അതിനകത്ത് കയറി ഞാൻ എൻ്റെ പണി അങ്ങ് തുടങ്ങി, കൊല്ലാനുള്ള. അങ്ങനെ ഞാൻ നേരെ പോയി. ഞാൻ ആദ്യമേ മാപ്പ് നോക്കി. മാപ്പിൽ എൻ്റെ ഫ്രണ്ട് അവിടെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കി അങ്ങോട്ട് പോവുക. ഇപ്പോൾ ഒരു എനിമി ഫ്രണ്ടിൽ വന്ന് നല്ലൊരു അവസരമായിരുന്നു. ഞാൻ വണ്ടി ഇടിച്ചിട്ട് പോവുക. പക്ഷെ എനിമി ചത്തില്ല, അതൊക്കെ ഒന്നോടും തന്നെ. അപ്പം ഞാൻ ഒരു റൗണ്ടും കൂടെ കറങ്ങി ഒന്ന് ട്രൈ ഇടിക്കാൻ. പക്ഷേ പോയി വെടി ഇടിച്ച്. പിന്നെ ഞാൻ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ വെടി വെച്ച്. ഞാൻ പിന്നെ അവനെ കൊന്ന്. പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് കോയിൻസ് എല്ലാം എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ അടുത്ത് പോയി. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി. ഞാൻ ഹോണൊക്കെ അടിച്ച് നോക്കി, അവൻ പറഞ്ഞ് കയറുന്നില്ലെന്ന്.
ഇവിടെ എനിമീസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ഇപ്പം എനിമീസിനെയൊക്കെ സ്പോട്ട് ചെയ്യ്. എന്നിട്ട് ഞാൻ എനിമീസിനെ സ്പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു എനിമി ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത് ആ ഫസ്റ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആ എനിമിയും കൂടെ അടിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ ലോബറിയിൽ പോയി ബോൺസിൽ നിന്ന് സിൽവറിലോട്ടായി, സിൽവർ 1. എന്നിട്ട് ഞാൻ സ്കോർ കൂടി. എന്നിട്ട് ഞാൻ ആ ഫ്രണ്ടിനെ ഇൻവൈറ്റും ചെയ്യുന്നു. ഞാൻ പിന്നെ ഞാൻ ലോബറിയിലോട്ട് പോയി. അപ്പം എനിക്ക് ഒത്തിരി ഗിഫ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം ഒന്നും കൂടെ സെർച്ച് ചെയ്യുന്നു. എല്ലാം ഒന്ന് നോക്കി. അപ്പം ഞാൻ അവൻ്റെ പ്രൊഫൈലൊക്കെ നോക്കി. നല്ലതായിരുന്നു. അവൻ്റെ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് ഞാൻ ഒന്ന് ലൈക്കൊക്കെ ചെയ്യും. അപ്പം ഞാൻ പിന്നെ ലോബറിയിൽ പോയിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഗൺസ് നോക്കാൻ വേണ്ടി പോയി. ഗൺസ് നോക്കി. ആദ്യമേ ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ മാറ്റിയിട്ട് ഗൺസിൻ്റെ അടുത്തോട്ട് പോയി. ഗൺസ് നോക്കി. ഇപ്പം എനിക്ക് 5 ഗൺസ് ഉണ്ട്. പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ.